ഹലോ കൂട്ടുകാരെ, ഇന്ന് കുഞ്ഞാപ്പന് അവധി ദിവസവും മഴയില്ലാത്ത ഒരു അന്തരീക്ഷവും കണ്ടപ്പോൾ പിള്ളേരെയെല്ലാം കൊണ്ട് ഒരു ചെറിയ യാത്ര പോയാലോ എന്ന് കരുതി. ഞങ്ങൾ പോകുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്. ഞങ്ങൾ യാത്ര തിരിച്ചത് ചാലക്കുടി മാർക്കറ്റിനുള്ളിലൂടെയാണ്. പോകുന്ന വഴിക്ക് ചാലക്കുടി പുഴ കണ്ടപ്പോൾ കുഞ്ഞാപ്പൻ്റെ ചോദ്യം: "ഇതാണോ അമ്മേ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളിലുള്ള ആ ചാലക്കുടി പുഴ?" "അതെ" എന്നു പറഞ്ഞപ്പോൾ അവിടെ കുറച്ചു നേരം ഓട്ടോ നിർത്തിച്ച് ചാലക്കുടി പുഴയൊക്കെ കണ്ട് വീണ്ടും ഏഴാറ്റുമുഖത്തേക്ക് യാത്രയായി. ഏഴാറ്റുമുഖത്തേക്കുള്ള യാത്രയിൽ റോഡിനിരുവശവും നിറയെ എണ്ണപ്പനകൾ കാണാം. ആ വഴിയിൽ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പോകുവാൻ. ഞങ്ങളുടെ യാത്രയിൽ തുടർച്ചയായി മഴയുണ്ടായിരുന്നു. ഞങ്ങൾ കരുതിയത് മഴ ഞങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുമെന്നാണ്. ഭാഗ്യം, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും മഴ നിന്നു. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അകത്തു കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 20 രൂപയും ചെറിയ കുട്ടികൾക്ക് 10 രൂപയുമാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അതിനാൽ കുഞ്ഞൂട്ടിന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. സാധാരണയായി ഈ പാർക്കിംഗ് ഏരിയ വാഹനങ്ങൾ കൊണ്ട് നിറയാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല. നിർത്താതെ പെയ്ത മഴ കാരണമായിരിക്കാം സഞ്ചാരികളുടെ എണ്ണം തീരെ കുറവായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തൂക്കുപാലമാണ്. പാലത്തിൽ കയറണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. മഴ കാരണം പടികളിലെല്ലാം ചെറിയ വഴുക്കലുണ്ടായിരുന്നു. താഴെ നിന്നാൽ ഏഴാറ്റുമുഖത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ പാലത്തിൽ കയറാമെന്ന തീരുമാനത്തിലെത്തി ഞങ്ങൾ. കുഞ്ഞൂട്ടനെ ചേട്ടനാണ് എടുത്തത്. വഴുക്കലുള്ളത് കൊണ്ട് എനിക്ക് ചെറിയൊരു പേടി. അങ്ങനെ ഞങ്ങൾ പാലത്തിലൂടെ നടക്കുകയാണ്. ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ട്ടോ. ഈ തൂക്കുപാലത്തിൽ കയറിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അനുഭവിച്ച് തന്നെ അറിയണം. ആ നിറഞ്ഞൊഴുകുന്ന പുഴയും പച്ച നിറഞ്ഞു നിൽക്കുന്ന കാടും കുന്നുകളും എല്ലാം തന്നെ മനസ്സിന് ഒരു പ്രത്യേക കുളിർമയാണ് തരുന്നത്. തുടർച്ചയായി നല്ല മഴയുള്ളതിനാൽ വെള്ളത്തിനൊക്കെ നല്ല കുത്തൊഴുക്കാണ്. ഈ പാലത്തിനപ്പുറം തുമ്പൂർമൊഴിയാണ്. തുമ്പൂർമൊഴിയിൽ പൂന്തോട്ടവും കുട്ടികൾക്കായുള്ള കളിസ്ഥലവുമുണ്ട്. ശലഭങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണ് ഈ പ്രദേശം. അതിനാൽ ഇവിടെ ധാരാളം ശലഭങ്ങളെ കാണുവാൻ കഴിയും. ഞങ്ങൾ ഏഴാറ്റുമുഖത്തെത്തിയപ്പോഴേക്കും സമയം വൈകിയതിനാൽ തുമ്പൂർമൊഴിക്കൊന്നും പോകുവാൻ സാധിച്ചില്ല. സമയം വൈകിയതിനാൽ ഈ വീഡിയോയിൽ ഏഴാറ്റുമുഖത്തെ കാഴ്ചകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞാപ്പൻ ആദ്യമായിട്ടാണ് കോടമഞ്ഞ് കാണുന്നത്. സാധാരണയായി വിനോദസഞ്ചാരികൾക്ക് പുഴയിൽ ഇറങ്ങുവാനും കുളിക്കുവാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിനാൽ തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം മഴ മൂലം പുഴയിൽ നന്നായി വെള്ളം കയറിയതിനാൽ ആരെയും പുഴയിൽ ഇറങ്ങാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കൂടി ഞങ്ങൾ പാലത്തിന് മുകളിൽ നിന്നും കാഴ്ചകൾ കണ്ടു. പാലത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ കുഞ്ഞാപ്പന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പാലത്തിൽ നിന്നും ഇറങ്ങിയില്ലെങ്കിൽ വീട്ടിലെത്താൻ രാത്രിയാകും. അതിനാൽ അധിക സമയം അവിടെ ചിലവഴിച്ചില്ല. പാലത്തിന് താഴെയായി കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കുണ്ട്. മഴ പെയ്തതിനാൽ അതിലൊന്നും കയറാൻ സാധിച്ചില്ല. വെള്ളവും വഴുക്കലുമാണ്. പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അവർ അതിൽ കയറാൻ വാശി പിടിക്കുകയാണ്. ഏഴാറ്റുമുഖത്തേക്ക് കടന്നാൽ ധാരാളമായി കാണുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. ആരാണെന്നറിയോ? കുരങ്ങന്മാർ.
ഇവിടെ അവ ധാരാളമുണ്ട്. നമ്മൾ വന്നപ്പോൾ തൊട്ട് കുറേ കുരങ്ങന്മാരെ ഇവിടെ കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോയിൽ പകർത്തിയില്ല. കുഞ്ഞൂട്ടൻ ആദ്യമായിട്ടാണ് കുരങ്ങനെ കാണുന്നത്. ആദ്യം ഒരു ഭയം തോന്നിയെങ്കിലും പിന്നെ അവന് അതിനെ നോക്കിയിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഓട്ടോയിൽ വെച്ചാണ് ഇറങ്ങിയത്. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും അവ കുരങ്ങന്മാർ കൈവശപ്പെടുത്തിയിരുന്നു. ഭാഗ്യത്തിന് അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാർ അത് അവരുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങിത്തന്നു. ആ ചേച്ചിമാരോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ നല്ല ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റിയ കാഴ്ചകളായിരുന്നു. പക്ഷേ നേരം വൈകിയതിനാൽ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ നേരം വൈകിയാൽ അവിടെ ആനയും ഇറങ്ങാറുണ്ട്. അങ്ങനെ ഏഴാറ്റുമുഖത്തെ കാഴ്ചകളെല്ലാം കണ്ട് ചാലക്കുടിയിലെത്തി. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന ഡി സിനിമാസ് ജനപ്രിയ നായകൻ ദിലീപിൻ്റേതാണ്. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത്.